ഹായ്, ഹൈഡ്രോപ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാട്ടർ സോഫ്റ്റ്നർ സിസ്റ്റം റീജനറേഷൻ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ വാട്ടർ സോഫ്റ്റ്നർ ഉപയോഗിക്കുന്നത് വെള്ളത്തിലെ കാൽസ്യം, മഗ്നീഷ്യം, ടോട്ടൽ ഹാർഡ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം പൊതുവെ എല്ലാ വീടുകളിലേക്കൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട വരില്ല. വെള്ളത്തിലെ കാൽസ്യത്തിന്റെ മഗ്നീഷ്യത്തിന്റെ ഒക്കെ ഹാർഡ്നസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സാനിറ്ററീസുമോ വൈറ്റ് കളർ സ്കെയിലിംഗ് വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മുടി കൊഴിച്ചൽ ഉണ്ടെങ്കിൽ ചിലർക്ക് ഹാർഡ്നസ് കൂടുതലുണ്ടെങ്കിൽ മുടി കൊഴിച്ചലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷെ വെള്ളം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇതിന്റെ മെയിൻ്റനൻസ് നമ്മൾ സാധാരണ അയൺ റിമൂവൽ ഫിൽറ്റർ, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ ഒക്കെ ബാക്ക് വാഷ് ചെയ്യുന്ന പോലെയല്ല. റീജനറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ചെയ്യുക. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വാട്ടർ സോഫ്റ്റ്നർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ആ മെയിൻ്റനൻസ്, അതായത് റീജനറേഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് ഈ ഫിൽട്ടർ യൂണിറ്റ് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ഇതിവിടെ വെള്ളം പാസ് ചെയ്ത് വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് വാട്ടർ സോഫ്റ്റ്നർ റെസിൻ. അപ്പോൾ ഇതിലൊരു അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സാണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വൈറ്റ് പാട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും കാൽസ്യം, മഗ്നീഷ്യം കൊണ്ട് മാത്രമായിരിക്കില്ല. അപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം അറിഞ്ഞ് ഈ സോഫ്റ്റ്നർ ഇൻസ്റ്റാൾ ചെയ്താൽ ക്ലിയർ ചെയ്യാവുന്ന പ്രശ്നമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാട്ടർ സോഫ്റ്റ്നർ വീട്ടിൽ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഫിൽട്ടർ യൂണിറ്റിൽ വെച്ചതിന് ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിന്റെ റീജനറേഷൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നമുക്ക് കാണാം. സോഫ്റ്റ്നർ റീജനറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യം ഹാർഡ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഹാർഡ്നസ് ചെക്കിംഗ് കിറ്റിൽ റെഡ് കളറാണ് കാണിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ ഹാർഡ്നസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാട്ടർ സോഫ്റ്റ്നർ റീജനറേഷൻ ചെയ്യാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു അയൺ റിമൂവൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ സ്ഥിതി വാട്ടർ സോഫ്റ്റ്നർ ആണ്. വെള്ളത്തിലത്തെ കാൽസ്യത്തിൻ്റെ ഇവിടെ കാൽസ്യം ഹാർഡ്നസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റ് വരുന്നത് ഇങ്ങനെയാണ്. പമ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പമ്പിൻ്റെ ഇൻലെറ്റ് ഇങ്ങനെ വന്ന് ഫിൽറ്ററായി അയൺ റിമൂവൽ ഫിൽറ്റർ കഴിഞ്ഞതിന് ശേഷം സോഫ്റ്റ്നറിലേക്ക് വരും. വെള്ളത്തിൽ അയണിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അയണുള്ള വെള്ളം ഡയറക്റ്റ് സോഫ്റ്റ്നറിലേക്ക് കടത്തിവിടാൻ പറ്റില്ല. അപ്പോൾ സോഫ്റ്റ്നർ യൂണിറ്റിലേക്ക് വന്ന് അതിനുശേഷം ഫിൽറ്ററായിട്ട് ഇതുവഴി വന്ന് മുകളിലേക്ക് പോകുന്ന ലൈനിലേക്ക് പോവാണ് ചെയ്യുക. ഇവിടെ ഒരു ടെസ്റ്റ് വാൽവ് വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ചെക്ക് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്ലംബിങ് ചെയ്തിരിക്കുന്നത്. വാട്ടർ സോഫ്റ്റ്നർ റീജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട് ഉപയോഗിക്കണം. അത് അയഡിൻ ഇല്ലാത്ത സോൾട്ട് വേണം ഉപയോഗിക്കാൻ. റീജനറേഷന് വേണ്ടി സെപ്പറേറ്റ് സോൾട്ട് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും സോഫ്റ്റ്നർ റീജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അയഡിൻ ഇല്ലാത്ത സാധാരണ ഉപ്പ് വാങ്ങിച്ചാലും മതി. അപ്പോൾ ഇവിടുത്തെ സോഫ്റ്റ്നറിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് 9.5 കിലോ സോൾട്ട് 49 ലിറ്റർ 49.5 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അതിപ്പോൾ നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൈൻ സൊല്യൂഷൻ എന്നാണ് അതിന് പറയുക. അപ്പം ഈ വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് ഈ സോഫ്റ്റ്നർ റീജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ വാൽവുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുക ഫിൽറ്റർ, ബാക്ക് വാഷ്, റിൻസ്, ഇങ്ങനെ 3 ഓപ്ഷനായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. വാട്ടർ സോഫ്റ്റ്നറിൻ്റെ വാൽവിൽ വരിക സർവീസ്, ഇവിടെ റീജനറേഷൻ, അതുപോലെ റിൻസ്, അങ്ങനെ 3 ഓപ്ഷനാണ് വരിക. അപ്പോൾ റീജനറേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ സോഫ്റ്റ്നറിൻ്റെ വാൽവിൽ ഉണ്ടായിരിക്കുക മറ്റുള്ള ഫിൽറ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ സോഫ്റ്റ്നറിൻ്റെ വാൽവിൽ നമുക്ക് അപ്പ് ഫ്ലോ ഇടാൻ പറ്റും. അപ്പ് ഫ്ലോയാണ് സർവീസ് എന്ന് പറയണത്. അല്ലെങ്കിൽ ഡൗൺ ഫ്ലോയിൽ ഇടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഡൗൺ ഫ്ലോയിലാണ് നമ്മൾ ഇട്ടണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സോഫ്റ്റ്വെയർ സർവീസിലാണ്, അല്ലെങ്കിൽ സർവീസിലാണ് കിടക്കുന്നതെങ്കിൽ സർവീസ് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിടക്കുക. വാൽവിൻ്റെ മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പൊസിഷനുകളൊക്കെ വ്യത്യാസം വരാം. സർവീസിലാണ് കിടക്കുന്നതെങ്കിൽ അത് തിരിച്ച് റീജനറേഷൻ എന്ന് പറഞ്ഞ മോഡിലേക്കാണ് ഇടേണ്ടത്. അതിനുശേഷം ഈ വാൽവിനൊരു സോൾട്ട് സൊല്യൂഷൻ സക്ഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ട്യൂബ് ഉണ്ടായിരിക്കും. അതിനൊരു വാൽവും മിക്കവാറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊരു സ്ട്രെയിനർ പോലെ ഇതിൻ്റെ തുമ്പത്തുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്തിടണം. ഈ വാൽവ് തുറന്ന് വയ്ക്കാം. അതിനുശേഷം വേണം നമുക്ക് മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വാട്ടർ സോഫ്റ്റ്നർ റെസിൻ അതിന് വെള്ളത്തിലത്തെ കാൽസ്യം, മഗ്നീഷ്യം അയണുകളെ അബ്സോർബ് ചെയ്തിട്ട് അതിലേക്ക് സോഡിയം അയണിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ്
ഇതിൽ അയൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ വെള്ളത്തിലെ ഹാർഡ്നെസ് ഇത് ഉപയോഗിക്കും തോറും അതിൻ്റെ എഫിഷ്യൻസി കുറയും, വാട്ടർ സോഫ്റ്റ്നറിൻ്റെ എഫിഷ്യൻസി കുറയും, ഈ അയൺ എക്സ്ചേഞ്ച് നടക്കാത്ത അവസ്ഥയിലെത്തും. ആ ഒരു പോയിന്റിലാണ് ഇത് നമ്മൾ റീജനറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീജനറേഷൻ ചെയ്യുമ്പോൾ ഈ സോൾട്ട് സൊല്യൂഷൻ ഈ ഹോസ് വഴി ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് മോട്ടോർ ഓൺ ആക്കുമ്പോൾ സക്ഷൻ ഫിൽറ്റർ കൊണ്ട് തന്നെ സക്ഷൻ ചെയ്തെടുക്കും, വലിച്ചെടുക്കും. അപ്പോൾ ഈ റെസിന് വെള്ളത്തിലത്തെ വാട്ടർ സോഫ്റ്റ്നർ റെസിന് തിരിച്ച് മഗ്നീഷ്യത്തിനെയും കാൽസ്യത്തിനെയും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി തിരിച്ച് കിട്ടും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുക. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രൊസീജിയർ ഇതാണ്. ഇപ്പോൾ ഇവിടെ മോട്ടോർ ഓൺ ചെയ്തു, ആ പമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സോഫ്റ്റ്നറിന് ആ സക്ഷൻ ലഭിക്കാൻ, വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി. ആ സോൾട്ട് വെള്ളത്തിനെ വലിച്ചെടുക്കണമെങ്കിൽ മിനിമം 2 kg സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 2 kg പ്രഷർ ഉണ്ടായിരിക്കണം. 2 kg പ്രഷർ ഉണ്ടെങ്കിലാണ് ഈ സോഫ്റ്റ്നർ യൂണിറ്റ് ഈ സോൾട്ട് സൊല്യൂഷനെ വലിച്ചെടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആ ഉപ്പ് വെള്ളത്തിനെ വലിച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു വെള്ളത്തിൻ്റെ ലെവലുണ്ടായിരുന്നത്, ഇപ്പോൾ വലിച്ചെടുത്ത് തുടങ്ങി. അത് ഈ ഡ്രെയിൻ പൈപ്പ് വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വളരെ വേഗത്തിൽ സോൾട്ട് സൊല്യൂഷൻ വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഈ വാൽവിൽ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ 2 kg പ്രഷർ പമ്പിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഈ വെള്ളം വലിച്ചെടുക്കില്ല, സോഫ്റ്റ്നർ യൂണിറ്റ് ആ സോൾട്ടിനെ വലിച്ചെടുക്കില്ല, പകരം വെള്ളം അങ്ങോട്ട് ഡ്രമ്മിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്നർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള പമ്പും കൂടി വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ റീജനറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഡ്രം നോക്കിയ ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം വലിച്ചെടുത്ത് പോയിട്ടുണ്ട്. ഇനി ഇത് റീജനറേഷൻ കഴിഞ്ഞാൽ റിൻസ് ഇടണം. അപ്പോൾ വാൽവ് റീജനറേഷൻ തിരിച്ച് റിൻസിലേക്ക് ഇടുക. അതിനുശേഷം സോൾട്ട് സൊല്യൂഷൻ സക്ഷൻ ചെയ്തെടുക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണം. ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം മോട്ടർ ഓൺ ചെയ്യുക. മോട്ടർ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഓൺ ചെയ്തിട്ടില്ലേ, മോട്ടർ ഓൺ ചെയ്തിട്ടില്ല, അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ആയി പോകണ വരെ റിൻസ് ഇടേണ്ട വരും. നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതിന് മുമ്പ് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഹാർഡ്നെസ് ചെക്കിങ് റിയേജൻറ്റ് ഒഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം വെള്ളം റെഡ് കളറായി വെള്ളത്തിൽ ഹാർഡ്നെസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ റീജനറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഹാർഡ്നെസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യത്തെ ഡ്രോപ്പിൽ തന്നെ അത് വെള്ളം ബ്ലൂ കളറായി. അപ്പോൾ ബ്ലൂ കളറാകുമ്പോൾ വെള്ളത്തിൽ ഹാർഡ്നെസ് കറണ്ടിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഓരോ ദിവസം വെള്ളം ഉപയോഗിക്കും തോറും ഇത് തിരിച്ച് ഹാർഡ്നെസ് ഉള്ള വെള്ളമായി മാറും. ആ സമയത്ത് വീണ്ടും റീജനറേഷൻ ചെയ്യണം. പിന്നെ ഈ കളർ കോഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാർഡ്നെസ് ചെക്കിങ് കിറ്റിൻ്റെ മാനുവൽ നോക്കുക, യൂസർ മാനുവൽ നോക്കുക. അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് വെള്ളം ചെക്ക് ചെയ്യുന്ന ആ കിറ്റിൻ്റെ ബ്രാൻഡിനനുസരിച്ച് വേരിയേഷൻ വരാം. ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഈ ഒരു കളർ കോഡാണെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഓരോ ബ്രാൻഡിനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് റീജനറേഷൻ ചെയ്തു, പിന്നെ അതിന് ശേഷം റിൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ റിൻസിലാണ് എടുക്കുന്നത്. ഇത് തിരിച്ച് സർവീസിലേക്ക്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തവർ സർവീസിലേക്കാണ് ഇട്ട് പോയതാണെങ്കിൽ അതിലേക്ക് തന്നെ തിരിച്ചിടുക. ഈ വീട്ടിൽ ഞങ്ങൾ ഡൗൺ ഫ്ലോ ആണ് ഉപയോഗിക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ ഇതിൽ സോഫ്റ്റ്വെയറിലേക്ക് വെള്ളം മുകളിൽ നിന്ന് അടിയിലേക്കാണ് പോവുക. അതുകൊണ്ട് ഞങ്ങൾ ഡൗൺ ഫ്ലോയിലേക്കാണ് ഇട്ട് വെക്കുന്നത്. അത് ഓരോ സ്ഥലത്തെയും ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ പമ്പിൻ്റെ ഫ്ലോയ്ക്കൊക്കെ അനുസരിച്ചിട്ട് വേരിയേഷൻ വരാം. നിങ്ങൾ ഡൗൺ ഫ്ലോ ആണ് ഉപയോഗിക്കണമെങ്കിൽ അതിലേക്ക് ഇട്ട് വയ്ക്കുക. അല്ല സർവീസ്, അതായത് അപ്പ് ഫ്ലോ ആണ് ഉപയോഗിക്കണമെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുക. നിങ്ങളുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തന്ന കമ്പനി പറയുന്നതുപോലെ ചെയ്യുക. അപ്പോൾ റീജനറേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ ഈ കസ്റ്റമറുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാനിറ്ററീസുമൊക്കെ വൈറ്റ് കളർ സ്കെയിലിങ് വരിക, അതുപോലെ ടാങ്കിൽ അയണിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അയൺ റിമൂവൽ സിസ്റ്റവും വാട്ടർ സോഫ്റ്റ്വെയറും കൂടിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സാനിറ്ററീസിനൊക്കെ വളരെയധികം വൈറ്റ് കളർ സ്കെയിലിംഗ് വന്നിരുന്നു. അതിനുശേഷം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അദ്ദേഹം തന്നെ അയച്ചതെന്നാണ് അതിലത്തെ സ്കെയിലിംഗ് ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന ടൈം പീരീഡ്, ഈ സോഫ്റ്റ്വെയറിന് ഓരോ കാൽക്കുലേഷൻ ഉണ്ട്, എത്ര ലിറ്റർ വരെ ഫിൽട്ടർ ചെയ്യാന്നുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്
എത്രത്തോളം വെള്ളം ഫിൽട്ടർ ചെയ്യാന്നുള്ള കണക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ റീജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് തുടർന്ന് കിട്ടുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് യൂണിറ്റും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് യൂണിറ്റിന്റെ വീഡിയോ മറ്റൊരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.